തേങ്ങയും മോരും ഒന്നും ചേർക്കാതെ കുമ്പളങ്ങ കൊണ്ട് ഒരു അടിപൊളി ഒഴിച്ചേറി ഉണ്ടാക്കിയാലോ. ചൂട് ചോറിൻ്റെ കൂടെ പപ്പടവും ഈ കറിയും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. എല്ലാവർക്കും മൾസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അതാ നമ്മളിവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു കുഞ്ഞു മാങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കറിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തോല് വേണമെങ്കിൽ തോലിടാം കേട്ടോ. നമ്മളിതാ ഇവിടെ കുമ്പളങ്ങയും മാങ്ങയും കൂടെ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മളിതാ കുക്കറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് തുവരപ്പരിപ്പ് കുതിർത്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. കുതിർത്ത് വെച്ചാൽ കുറച്ചുകൂടെ സൗകര്യമാണ്, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും മാങ്ങയുടെ കഷ്ണങ്ങളും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാവേ. നമുക്കിനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് വെള്ളം കൂടുതൽ വേണ്ട. ഇനി നമുക്കിതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുക്കറിലാകുമ്പോൾ തന്നെ നമ്മൾ പരിപ്പും കൂടെ കുതിർത്തത് കൊണ്ട് ഒരു 4 വിസിൽ വരെ വെച്ചാൽ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. പരിപ്പ് നല്ലോണം വെന്തുടയേണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിത് എളുപ്പം ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് നമ്മുടെ സ്റ്റീൽ കടായിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം വറുത്ത പൊടികളാണ് കേട്ടോ ചേർത്തേക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് കൂടുതൽ തന്നെ നിൽക്കണം കേട്ടോ മുളക് പൊടിയേക്കാളും. ഇവിടെ ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ല രീതിക്കൊന്ന് തിളച്ച് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മൾ മാങ്ങ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് വാളംപുള്ളി കുതിർത്തതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയെല്ലാം അത്യാവശ്യം നല്ല രീതിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പരുവം. തീരെ വെള്ളമാവാനും പാടില്ല, തീരെ കുറുകാനും പാടില്ല. അപ്പോൾ ഇത്തിരി ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പുളിങ്കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് നമുക്കിത് താളിപ്പും കൂടെ ഒഴിക്കാൻ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ കറി മാറ്റി വെക്കുവാണ്. ഇനിയിപ്പോൾ താളിക്കാനായിട്ട് നമ്മളിതാ വീണ്ടും ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതാ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഉള്ളിയുടെയൊക്കെ കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ താളിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളിങ്കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിങ്കറിയിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് നല്ല ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിലുള്ള കുമ്പളങ്ങ മാങ്ങ പുളിങ്കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നല്ല ചൂട് ചോറും പപ്പടവും പുളിങ്കറിയും കൂടെ കഴിക്കുകയാണ് കേട്ടോ. നല്ല കീടു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്